ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ബ്ലോക്ക് 2-ലെ 8th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അഗ്രേറിയൻ ക്ലാസസ്. അഗ്രേറിയൻ ക്ലാസസ് അതായത് കാർഷിക വർഗം സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ. അഗ്രേറിയൻ എന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, അതിനെയാണ് അഗ്രേറിയൻ എന്ന് പറയുക. അപ്പോൾ കാർഷിക വർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് അഗ്രേറിയൻ ക്ലാസസ് ഇൻ ഇന്ത്യ. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് അഗ്രേറിയൻ ക്ലാസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയെക്കുറിച്ചും അഗ്രേറിയൻ ക്ലാസസിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അഗ്രേറിയൻ കാർഷിക ആക്ടിവിറ്റികളും അതേപോലെ തന്നെ കാർഷിക വർഗങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ കാർഷിക പ്രവർത്തനങ്ങളെയും കാർഷികമായിട്ടുള്ള വർഗത്തെയും ക്ലാസസിനെയും കുറിച്ചാണ് നമ്മളിവിടെ സ്റ്റഡി നടത്തുന്നത്. നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. there are two direction. രണ്ട് ഡയറക്ഷനിലൂടെയാണ് അഗ്രേറിയൻ ക്ലാസസിനെ തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ക്യാപിറ്റലിസ്റ്റ് ഇൻ നേച്ചർ. സെക്കൻഡ് വൺ, ഇന്ത്യൻ അഗ്രികൾച്ചർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യാപിറ്റലിസ്റ്റ് ഇൻ നേച്ചർ ബട്ട് സെമി ഫ്യൂഡൽ. രണ്ട് രീതിയിലാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയെ തരംതിരിച്ചത്. there are two direction. First one, Indian agricultural production is completely capitalist in nature. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും മുതലാളിത്ത സ്വഭാവമാണ്. ഇന്ത്യയിലെ കാർഷിക ഉൽപാദനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മുതലാളിത്ത സ്വഭാവമാണ്. രണ്ടാമത്തെ പോയിന്റിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യാപിറ്റലിസ്റ്റ് ഇൻ നേച്ചർ. ഇന്ത്യയിലെ കാർഷിക മേഖല എന്ന് പറയുന്നത് മുഴുവനായിട്ടും ക്യാപിറ്റലിസ്റ്റ് അല്ല, ബട്ട് സെമി ഫ്യൂഡൽ. ഫ്യൂഡലാണ്, അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ്, സെമി ഫ്യൂഡലാണ്. അങ്ങനെ രണ്ട് രീതിയിലാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയെ തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ക്യാപിറ്റലിസ്റ്റ് ഇൻ നേച്ചർ. ഇന്ത്യൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ക്യാപിറ്റലിസ്റ്റിൻ്റെ സ്വഭാവമാണ്, ക്യാപിറ്റലിസ്റ്റ് ഇൻ നേച്ചറാണ്. സെക്കൻഡ് വൺ, ഇന്ത്യൻ അഗ്രികൾച്ചർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യാപിറ്റലിസ്റ്റ് ഇൻ നേച്ചർ ബട്ട് സെമി ഫ്യൂഡൽ, അർദ്ധ ഫ്യൂഡലാണ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയെ തരംതിരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൽ നമുക്ക് ഇനി എടുക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ മുതലാളിത്ത അഥവാ ക്യാപിറ്റലിസ്റ്റ് വർഗത്തിൻ്റെ സ്ട്രക്ചർ, ഘടന, ഇന്ത്യയിലെ മുതലാളിത്ത കാർഷിക വർഗത്തിൻ്റെ ഘടനയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കിൽ വിശദീകരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുതലാളിത്ത കാർഷിക വർഗഘടന. അതിൽ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. The question of the development of capitalism in Indian agriculture has been one of the prime site of contention or debate among Indian scholars. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മുതലാളിത്തത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ പണ്ഡിതന്മാർക്കിടയിൽ തർക്കത്തിൻ്റെയോ സംവാദത്തിൻ്റെയോ ഒരു പ്രധാന സ്ഥലമാണ്. The question of the development of capitalism in Indian agriculture has been one of the prime site of contention or debate among Indian scholars. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മുതലാളിത്തത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചോദ്യം ഇന്ത്യൻ പണ്ഡിതന്മാർക്കിടയിൽ തർക്കത്തിൻ്റെയോ സംവാദത്തിൻ്റെയോ ഒരു പ്രധാന സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യൻ
സ്കോളേഴ്സിനിടയിൽ ഇന്ത്യൻ കാർഷിക മേഖലയെ കുറിച്ചിട്ടുള്ള മുതലാളിത്തത്തെ കുറിച്ചുള്ള ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മുതലാളിത്തത്തെ കുറിച്ച് പല സ്കോളേഴ്സും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അശോക് രുദ്ര ആൻഡ് ഉത്സാ പട്നായിക് ആർ ദ social scientists whose writing have generated a debate on weaker Indian agriculture of capitalist class relation. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഇന്ത്യൻ കൃഷിക്ക് മുതലാളിത്ത വർഗ ബന്ധങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് ആരൊക്കെയാണ് ചർച്ച നടത്തുന്നത്? അശോക് രുദ്രയും ഉത്സാ പട്നായിക്കും ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ക്യാപിറ്റലിസ്റ്റിന് ബന്ധമുണ്ടോ? അതായത് വീക്കർ ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇന്ത്യയിലെ തകർന്നു കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിൽ ഈ മുതലാളിത്തത്തിന് ബന്ധമുണ്ടോ എന്ന് ആര് പഠനം നടത്തുന്നുണ്ട്? അശോക് രുദ്രയും ഉത്സാ പട്നായിക്കും പഠനം നടത്തുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ കൃഷിക്ക് മുതലാളിത്ത വർഗ ബന്ധങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് അശോക് രുദ്രയും ഉത്സാ പട്നായിക്കും ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അശോക് രുദ്ര 1978 സ്റ്റേറ്റ് ദാറ്റ് contrary to the general tendency of dividing the farmers in 3 categories. 1978 അശോക് രുദ്ര ഫാമേഴ്സിനെ 3 കാറ്റഗറികളാക്കി തിരിച്ചു. സ്മാള്, മിഡില് ആൻഡ് ബിഗ്. ദർ ആർ ഓൺലി 2 ക്ലാസസ്. ഫാമേഴ്സിനെ 3 കാറ്റഗറികളായിട്ടും അതേപോലെ തന്നെ 2 വർഗങ്ങളാക്കിയും തിരിച്ചു. ഏതൊക്കെയാണ്? ഫാമേഴ്സിനെ 3 കാറ്റഗറി ആയിട്ടാണ് അശോക് രുദ്ര 1978 തരംതിരിച്ചത്. സ്മാള്, മിഡില്, ബിഗ്. അതേപോലെ തന്നെ 2 ക്ലാസസുകളാണുള്ളത്, ബിഗ് ലാൻഡ് ഓണേഴ്സും അഗ്രികൾച്ചറൽ ലേബേഴ്സും. ബിഗ് ലാൻഡ് ഓണേഴ്സ് പറഞ്ഞാൽ വലിയ ഭൂമി ഉടമകൾ. രണ്ടാമത്തെ സെക്ഷൻ അഗ്രികൾച്ചറൽ ലേബേഴ്സ്, കാർഷിക തൊഴിലാളികൾ. അപ്പോൾ അശോക് രുദ്ര 1978 ഫാമേഴ്സിനെ 3 കാറ്റഗറി ആയി ഡിവൈഡ് ചെയ്തു, സ്മാൾ, മിഡിൽ ആൻഡ് ബിഗ്. അതിനുശേഷം വർഗങ്ങളെ, ക്ലാസസിനെ 2 രീതിയിലും തരംതിരിച്ചു, ബിഗ് ലാൻഡ് ഓണേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ഇനി നമ്മൾക്കതിൽ പറയാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള അതായത് ദ ഫോളോവിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ. 2 രീതി ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിനി പഠിക്കാനുള്ളത്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും. അതായത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിനി ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ എന്നും പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും എന്നും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ. അപ്പോൾ കുട്ടികളെ, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിനി പറയാനുള്ളത്. പരീക്ഷയ്ക്ക് ചോദ്യം വരിക എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആൻഡ് പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ. അതിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് സർപ്ലസ് extracted from the labor freely sold in the market. The labor is considered commodity in the production process. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ മുതലാളിത്ത വർഗബന്ധവും അതേപോലെ മുതലാളിത്തത്തിന് മുമ്പുള്ള വർഗബന്ധവും. പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന് മുമ്പുള്ള ക്ലാസ് റിലേഷനും. അപ്പോൾ 2 രീതിയിലുള്ള ക്ലാസ് റിലേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആൻഡ് പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർപ്ലസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലേബർ ഫ്രീലി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. ദ ലേബർ ഈസ് കൺസിഡേർഡ് കമ്മ്യൂണിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്.
അതായത് വിപണിയിൽ സ്വതന്ത്രമായി നിൽക്കുന്ന അധ്വാനത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മിച്ചം ഉൽപാദന പ്രക്രിയയിൽ അധ്വാനത്തിന്റെ ചരക്കായി കണക്കാക്കുന്നു. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷന്റെ പ്രത്യേകത എന്താ? അതായത് സർപ്ലസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലേബർ ഫ്രീലി സോൾഡ് ഇൻ ദ മാർക്കറ്റ്, ദ ലേബർ ഈസ് കൺസിഡേർഡ് കമ്മ്യൂണിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. വിപണിയിൽ സ്വതന്ത്രമായി വിൽക്കുന്ന അധ്വാനത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മിച്ചം ഉൽപാദന പ്രക്രിയയിൽ അധ്വാനത്തെ ചരക്കായി കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ അധ്വാനത്തെ എന്തായി കണക്കാക്കുന്നതാണ് ചെയ്യുന്നത്? ചരക്കായി കണക്കാക്കുന്നതാണ് ഏത്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ. അതായത് സർപ്ലസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലേബർ ഫ്രീലി സോൾഡ് ഇൻ ദ മാർക്കറ്റ്, ദ ലേബർ ഈസ് കൺസിഡേർഡ് കമ്മ്യൂണിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. വിപണിയിൽ സ്വതന്ത്രമായി വിൽക്കുന്ന അധ്വാനത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മിച്ചത്തെ ഉൽപാദന പ്രക്രിയയിൽ അധ്വാനത്തിന്റെ ചരക്കായി കണക്കാക്കുന്നു. ആ സർപ്ലസിനെ അധ്വാനത്തിന്റെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? വിൽപ്പന ചരക്കായി കണക്കാക്കുന്നു. എന്നാൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ എന്താ പറയുന്നത്? അതായത് സർപ്ലസ് എക്സ്ട്രാക്റ്റഡ് ത്രൂ എക്സ്ട്രാ കൊറേഷൻ labor is not freely available, it is unfree and it is not a commodity to be sold for money. അതായത് പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ പറയുന്നത് എന്താണ്? അധിക ബലപ്രയോഗത്തിലൂടെ വേർതിരിച്ചെടുക്കുന്ന മിച്ചം അധ്വാനം സ്വതന്ത്രമായി ലഭ്യമല്ല, അത് സ്വതന്ത്രമല്ല, പണത്തിന് വിൽക്കാനുള്ളൊരു ചരക്കുമല്ല. പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ ഒരിക്കലും അധ്വാനം ലേബർ ഈസ് നോട്ട് ഫ്രീലി അവൈലബിൾ, ഇറ്റ് ഈസ് അൺഫ്രീ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ കമ്മ്യൂണിറ്റി ടു ബി സോൾഡ് ഫോർ മണി. അധിക ബലപ്രയോഗത്തിലൂടെ വേർതിരിച്ചെടുക്കുന്ന മിച്ചം അധ്വാനം സ്വതന്ത്രമായി ലഭ്യമല്ല, അത് സ്വതന്ത്രമല്ല, പണത്തിന് വിൽക്കാനുമുള്ള ഒരു ചരക്കുമല്ല. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ അധ്വാനം എന്ന് പറയുന്നത് വിൽപ്പന ചരക്കാണെങ്കിൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ അധ്വാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിൽപ്പന ചരക്കല്ല. അതാണ് ആ മാറ്റം. രണ്ടാമത്തെ പോയിന്റാണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ സർപ്ലസ് റിലൈസ്ഡ് ത്രൂ ദ എക്സ്ചേഞ്ച് ഇൻ എ കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് പ്രോസസ്. അതായത് മിച്ചം വഴി നേടിയെടുക്കുന്നത് ഒരു ചരക്ക് വിനിമയ പ്രക്രിയയിലെ കൈമാറ്റമാണ്. അപ്പോൾ മിച്ചം വഴി സർപ്ലസ് വഴി നേടിയെടുക്കുന്നത് എന്താണ്? ഒരു ചരക്ക്, ഒരു കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രക്രിയയാണ് എന്നാണ് പറയുന്നത്. അതായത് സർപ്ലസ് റിയലൈസ്ഡ് ത്രൂ ദ എക്സ്ചേഞ്ച് ഇൻ എ കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് പ്രോസസ്. മിച്ചം വഴി നേടിയെടുക്കുന്നത് ഒരു ചരക്ക് വിനിമയ പ്രക്രിയയിലെ കൈമാറ്റമാണ്. അതേപോലെ ഇത് രണ്ടാമത്തെ പോയിന്റ്, അതേ സെയിം പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ എന്താ പറയുന്നത്? സർപ്ലസ് അപ്രോപ്രിയേറ്റ് ഡയറക്ട്ലി വിത്തൗട്ട് ഇൻ്റർവെൻഷൻ ഓഫ് എനി മാർക്കറ്റ്. മിച്ചം നേരിട്ട് സ്വായത്തമാക്കുന്നത് ഏതെങ്കിലും വിപണിയുടെ ഇടപെടലിലൂടെയാണ്. സർപ്ലസ് നേടിയെടുക്കുന്നത് ഏതെങ്കിലും വിപണിയുടെ ഇടപെടലിലൂടെയാണ്. ഇവിടെ സർപ്ലസ് നേടിയെടുക്കുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്? പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ ഏതെങ്കിലും വിപണിയുടെ ഇടപെടലിലൂടെയാണ് സർപ്ലസ് നേടിയെടുക്കുന്നത് എന്നാണ് പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ പറയുന്നത്. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ എന്താ പറയുന്നത്? സർപ്ലസ് നേടിയെടുക്കുന്നത് പ്രോഡക്റ്റിൻ്റെ എക്സ്ചേഞ്ചിലൂടെയാണ് എന്നാണ് പറയുന്നത്. മിച്ചം വഴി നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ചരക്ക് വിനിമയ പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ അതാണ് അവ രണ്ടും തമ്മിലുള്ള മാറ്റം. ഇത് സർപ്ലസ് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ചരക്ക് വിനിമയ പ്രക്രിയയിലൂടെയാണ്. എന്നാൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ മിച്ചം നേരിട്ടിട്ടാണ് വിപണിയിൽ നിന്നും നേടിയെടുക്കുന്നത്. അതാണ് അവ തമ്മിലുള്ള മാറ്റം. മൂന്നാമത്തെ പോയിന്റാണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ സർപ്ലസ് റീഇൻവെസ്റ്റഡ് ഗിവിംഗ് റൈസ് ടു എ കണ്ടിന്യൂഡ് പ്രോസസ് ഓഫ് അക്കുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് എവർ എക്സ്പാൻഡിങ് പ്രൊഡക്ഷൻ. അതായത് ലാഭത്തിനു വേണ്ടിയുള്ള ശ്രമം മൂലധനത്തിൻ്റെ ജൈവഘടനയിൽ മാറ്റങ്ങൾക്കും, അതായത്
തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? സർപ്ലസ് ഫ്രീ ഇൻവെസ്റ്റഡ് ഗിവിംഗ് റൈസ് ടു എ കണ്ടിന്യൂഡ് പ്രോസസ് ഓഫ് അക്കുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് എവർ എക്സ്പാൻഡിങ് പ്രൊഡക്ഷൻ. മിച്ചം വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നത് മൂലധനത്തിൻ്റെ തുടർച്ചയായ ശേഖരണ പ്രക്രിയയ്ക്കും ഉൽപാദനം നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനും കാരണമാകുന്നു. സർപ്ലസ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ തുടർച്ചയായ ശേഖരണ പ്രക്രിയയ്ക്കും ഉൽപാദനം നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനും കാരണമാകുന്നു. അപ്പോൾ സർപ്ലസ് വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നത് മൂലധനത്തിൻ്റെ തുടർച്ചയായ ശേഖരണ പ്രക്രിയയ്ക്കും ഉൽപാദനം നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനും കാരണമാകുന്നു. എന്നാൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനിൽ എന്താണ് പറയുന്നത്? സർപ്ലസ് ഗോസ് ഇൻ ടു ദ ലക്ഷറി കൺസപ്ഷൻ ആൻഡ് ഇൻ ഡിഫറൻറ്റ് അൺപ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിവിങ് നോ ഓർ ലിറ്റിൽ സ്റ്റോക്ക് ഓഫ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ടു ബി യൂസ്ഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്ഷൻ. അതായത് ആഡംബര ഉപയോഗത്തിലേക്കും വ്യത്യസ്ത ക്ഷമമല്ലാത്ത നിക്ഷേപങ്ങളിലേക്കും എന്ത് പോകുന്നു? സർപ്ലസ് പോകുകയും ഇത് ഉൽപാദന വിപുലീകരണത്തിനായി ഉൽപാദന മൂലധനത്തിൻ്റെ ഒരു സ്റ്റോക്കോ വളരെ കുറവായി ഉപയോഗിക്കുന്നു. അപ്പോൾ തേർഡ് പോയിന്റിൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആകുമ്പോൾ എന്താണ്? ഈ സർപ്ലസ് എന്ന് പറയുന്നത് ആഡംബര ഉപയോഗത്തിലേക്കും വ്യത്യസ്ത ഉൽപാദനക്ഷമമല്ലാത്ത നിക്ഷേപങ്ങളിലേക്കും പോകുന്നു. Surplus goes into the luxury consumption and in different unproductive investment, leaving no or little stock of productive capital to be used for the expansion of production. മിച്ചം എന്നത് ആഡംബര ഉപയോഗത്തിലേക്കും ലക്ഷറി കൺസപ്ഷത്തിലേക്കും വ്യത്യസ്ത ഉൽപാദനക്ഷമമല്ലാത്ത നിക്ഷേപങ്ങളിലേക്കും പോകുന്നു. ഇത് ഉൽപാദനത്തിൻ്റെ വിപുലീകരണത്തിനായി ഉൽപാദന മൂലധനത്തിൻ്റെ ഒരു സ്റ്റോക്ക് വളരെ കുറവായി ഉപയോഗിക്കുന്നു. ഇതാണ് ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും തമ്മിലുള്ള വ്യത്യാസം. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നാലാമത്തെ പോയിന്റ്, pursuit of profit leads to changes in the organic consumption of capital and the continuous process of technological advancement. അതായത് ലാഭത്തിന് വേണ്ടിയുള്ള ശ്രമം മൂലധനത്തിൻ്റെ ജൈവഘടനയിൽ മാറ്റങ്ങൾക്കും സാങ്കേതിക പുരോഗതിയുടെ തുടർച്ചയായ പ്രക്രിയയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ലാഭത്തിന് വേണ്ടിയുള്ള ശ്രമം മൂലധനത്തിൻ്റെ ജൈവഘടനയിലെ മാറ്റങ്ങൾക്കും ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റിനും കാരണമാകുന്നു. എന്നാൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് റിലേഷൻ ആയിരിക്കുമ്പോഴോ ഉൽപാദനത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരിമിതമാണ്. പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആയിരിക്കുമ്പോൾ ഉൽപാദനത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരിമിതമാണ്. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആയിരിക്കുമ്പോൾ സാങ്കേതിക വിദ്യ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ മാറ്റം. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആകുമ്പോൾ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആയിരിക്കുമ്പോൾ ടെക്നോളജിയുടെ ഉപയോഗം പരിമിതമാണ്. അതാണ് അവ രണ്ടും തമ്മിലുള്ള മാറ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെയാണ് ഏതൊക്കെ തമ്മിലുള്ള മാറ്റമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ ആൻഡ് പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് റിലേഷൻ. അപ്പോൾ രണ്ടും ക്ലാസ് കേട്ട് മനസ്സിലാക്കി അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ബോർഡും എഴുതിയിട്ടിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അതിൽ നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഉത്സ പട്നായിക്ക് കുറച്ച് അഗ്രേറിയൻ ക്ലാസ്സിനെ കുറിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഉത്സ പട്നായിക്ക് 1976 ഈ കാർഷിക വർഗത്തെക്കുറിച്ച് ചില തരംതിരിവുകൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. അതെന്തൊക്കെയെന്നാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ അതായത് ഉത്സ പട്നായിക്ക് 1976 അഗ്രേറിയൻ ക്ലാസ്സിനെ ഇന്ത്യയിലെ അഗ്രേറിയൻ ക്ലാസ്സിനെ തരംതിരിച്ചതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കണ്ടററി ടു രുദ്രാസ് കൺസെപ്റ്റലൈസേഷൻ ആസ് ഗിവൺ എബോ പറഞ്ഞാൽ രുദ്രാസിന്റെ ആശയത്തെ എതിർത്തുകൊണ്ടാണ് ഉത്സ പട്നായിക്ക് ചില ആശയങ്ങൾ അഗ്രേറിയനെ കുറിച്ച് തരുന്നത് നമുക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. കോണ്ടററി ടു രുദ്രാസ്
conceptualization as given above. Ulsa Patnaik 1976 lists the following agrarian classes in India. ഇന്ത്യയിലെ അഗ്രേറിയൻ ക്ലാസസിനെ കുറിച്ച് ഉൽസ പട്നായിക്ക് 1976 എന്താണ് പറയുന്നത്? അത് ആർക്കെതിരായിട്ടാണ്? രുദ്രാസിന്റെ ആശയത്തിനെതിരായിട്ടാണ് ഉൽസ പട്നായിക്ക് അഗ്രേറിയൻ ക്ലാസിനെ കുറിച്ച് പറയുന്നത്. അപ്പോ അദ്ദേഹം അതിൽ കുറച്ച് ക്ലാസുകളായിട്ട് കുറച്ച് രീതിയിൽ തരംതിരിക്കുക ചെയ്യുന്നത്. ആദ്യം അദ്ദേഹം തിരിച്ചത് എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസസ്. എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസസ് എന്ന് പറഞ്ഞാല് ചൂഷണം ചെയ്യുന്നവരാരൊക്കെയാണ് എന്നാണ്. ആരിലൂടെയാണ് ചൂഷണം എക്സ്പ്ലോയിറ്റിംഗ് ഉണ്ടാവുന്നത് എന്ന്. അതില് ലാൻഡ് ലോഡ് ഉണ്ട്, റിച്ച് പെസന്റ് ഉണ്ട്. എക്സ്പ്ലോയിറ്റിംഗ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ലാൻഡ് ലോഡും റിച്ച് പെസന്റും. ലാൻഡ് ലോഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും അതില്? ക്യാപിറ്റലിസ്റ്റും ഫ്യൂഡലും, മുതലാളിത്തവും ഫ്യൂഡൽ പ്രഭുക്കന്മാരും. റിച്ച് പെസന്റ് പറഞ്ഞാല് പ്രോട്ടോ ബ്യൂർഷാസിയും പ്രോട്ടോ ഫ്യൂഡലും. ഇതിനെയാണ് എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസസ് എന്ന് ആര് തിരിച്ചത്? ഉൽസ പട്നായിക്ക് 1976 തരംതിരിച്ചത്. അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റഡ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ ആര് വരും? പുവർ പെസന്റ് ആണ് എക്സ്പ്ലോയിറ്റഡ് ക്ലാസസ്. എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസസ് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്നവരാരൊക്കെയാണ്? ഇത് ചൂഷിതരായവരാ. എക്സ്പ്ലോയിറ്റഡ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ ചൂഷിതരായവരാരാന്നാ പറയുന്നത്. അതിൽ വരുന്നതാണ് പുവർ പെസന്റ്, ദരിദ്രനായ കർഷകര്. അതിൽ രണ്ടെണ്ണാണ്, 2 പോയിന്റ്സ് ആണ്. അഗ്രികൾച്ചറൽ ലേബർ ഓപ്പറേറ്റിംഗും പെറ്റി ടെനന്റും. അതായത് കൃഷി ചെയ്യുന്ന കർഷക തൊഴിലാളികളും പെറ്റി ടെനന്റ് പറഞ്ഞാല് അതായത് വാടകക്കാരും, കാർഷിക വാടകക്കാരും, കൃഷിയില് പാട്ടത്തിനെടുക്കുന്നവരും പെറ്റി ടെനന്റും. അതാണ് പുവർ പെസന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നതാണ് ഫുൾ ടൈം ലേബർ. ഫുൾ ടൈം ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സദാസമയവും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഭൂമിയൊന്നും ഇല്ലാതെ, സ്വന്തമായി ഭൂമി ഇല്ലാതെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. കൃഷിക്ക് വേണ്ടി ജീവിതം നയിക്കുന്നവരെയാണ് ഫുൾ ടൈം ലേബേഴ്സ് എന്ന് പറയുക. അപ്പോ ഉൽസ പട്നായിക്ക് 1976 അഗ്രേറിയൻ ക്ലാസിനെ തരംതിരിച്ചത് ഏതൊക്കെ ലെവലിലാണ്, ഏതൊക്കെ രീതിയിലാണ്? എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസസ് ആയിട്ട്. അതിൽ വരുന്നത് ലാൻഡ് ലോഡിൽ വരുന്നത് ക്യാപിറ്റലിസ്റ്റും ഫ്യൂഡലും. പിന്നെയാണ് ഏതാ? റിച്ച് പെസന്റിൽ വരുന്നത് ബൂർജാസിയും ഫ്യൂഡലും. പിന്നെ എക്സ്പ്ലോയിറ്റേറ്റഡ് ക്ലാസ്സിൽ വരുന്നത് ആരാ? പുവർ പെസന്റ് പറഞ്ഞാൽ ഏതൊക്കെ വരും? അഗ്രികൾച്ചറൽ ലേബർ ഓപ്പറേറ്റിംഗും വരും, പെറ്റി ടെനന്റും വരും. അതാണ് പുവർ പെസന്റ്. പിന്നെ ഫുൾ ടൈം ലേബർ പറഞ്ഞാല് 24 മണിക്കൂറും കൃഷിക്കായിട്ട് മാറ്റിവെക്കുന്ന ആളുകൾ, ഭൂമിരഹിതരായിട്ടുള്ള ലാൻഡ്ലെസ് ലേബേഴ്സിനെയാണ് ഫുൾ ടൈം ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഷീ യൂസസ് 2 criteria to define the economic classes: possession of the means of production and the exploitation of labor. അതായത് സാമ്പത്തിക വർഗങ്ങളെ നിർവചിക്കാൻ 2 മാനദണ്ഡങ്ങളാണ് ഷീ യൂസസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉൽസ പട്നായിക്ക് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ഷീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷീ യൂസസ് 2 criteria to define these economic classes: possession of the means of production and the exploitation of labor. അതായത് സാമ്പത്തിക വർഗങ്ങളെ നിർവചിക്കാൻ വേണ്ടി 2 മാനദണ്ഡങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരേനെയാണ്? ഉൽസ പട്നായിക്കിനെയാണ്. അപ്പൊ ഉൽസ പട്നായിക്ക് സാമ്പത്തിക വർഗങ്ങളെ നിർവചിക്കാൻ വേണ്ടി 2 മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്നെന്താണ്? പ്രൊഡക്ഷൻ, അതായത് ഉൽപാദന. അവിടെ എന്താണ് ആ മാനദണ്ഡം എന്ന് പറയുന്നത്? ഉൽപാദന മാർഗങ്ങളുടെ കൈവശവും, പിന്നെ ഏതാ? എക്സ്പ്ലോയിറ്റേഷൻ, തൊഴിൽ ചൂഷണവും. ഇപ്പൊ 2 മാനദണ്ഡങ്ങളാണ് ഉൽസ പട്നായിക്ക് സാമ്പത്തിക വർഗങ്ങളെ വർഗീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതിന് ഏതൊക്കെയാണ് അത്? പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ, അതായത് ഉൽപാദന മാർഗങ്ങളുടെ കൈവശവും തൊഴിൽ ചൂഷണവും. പിന്നെന്താണ് ഉൽസ പട്നായിക്ക് പറയുന്നത്? ഷീ സേസ് ദാറ്റ് ഇൻ അഗ്രികൾച്ചർ സച്ച് ആസ് ഇൻ ഇന്ത്യ ദ 2 പോൾസ് ആർ റീഡിലി ഐഡന്റിഫൈഡ്. അതേപോലെ തന്നെ ഇന്ത്യയെ പോലുള്ള കാർഷിക മേഖലയിൽ 2
രണ്ട് ധ്രുവങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് അവർ പറയുന്നു. രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഈ ഉത്സവ് പട്നായിക് പറയുന്നത്. ഒന്ന്, ലാൻഡ്ലെസ് ആൻഡ് നെവർ ലാൻഡ്ലെസ്, ഭൂമി ഇല്ലാത്തവരും അതേപോലെ തന്നെ നെവർ ലാൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തവർ, അതായത് ഭൂമി ഉള്ളവരുമായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഉത്സവ് പട്നായിക് പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങളേനെ ഇവിടെ തിരിച്ചറിയാൻ കഴിയും. ഒന്ന്, ഭൂരഹിതരും ഭൂരഹിതരായിട്ടുള്ള ആളുകളും ഭൂരഹിതരല്ലാത്ത ആളുകളെയും. ലാൻഡ്ലെസ് എന്ന് പറഞ്ഞാല് ഭൂരഹിതർ, നെവർ ലാൻഡ്ലെസ് എന്ന് പറഞ്ഞാല് രഹിതരല്ലാത്തവരായിട്ടുള്ള ആളുകൾ. അങ്ങനെ ഭൂരഹിതരായിട്ടുള്ളവരെയും ഭൂരഹിതരല്ലാത്തവരായിട്ടുള്ള ആളുകളെയും ഇവിടെ തിരിച്ചറിയാൻ സാധിക്കും. അവരാണ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? സദാസമയവും കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്നത്. അവരെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ഫുൾ ടൈം ലേബർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇവിടെ കുറച്ച്, അതായത് ലാൻഡ് ലോഡ് എന്താ, റിച്ച് പെസന്റ് എന്താ, അതേപോലെ തന്നെ പുവർ പെസന്റ് എന്താ, ഫുൾ ടൈം ലേബർ എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നാണ് നമുക്ക് പറയേണ്ടത്. എന്താ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ. ലാൻഡ് ലോഡ് ഇൻ ദ കേസ് ഓഫ് ബിഗ് ലാൻഡ് ഓണേഴ്സ്, whether feudal or capitalist family members, do not perform manual labor in major farm operation. അതായത് ലാൻഡ് ലോഡ് ഇൻ ദ കേസ് ഓഫ് ബിഗ് ലാൻഡ് ഓണേഴ്സ്, വെദർ ഫ്യൂഡൽ ഓർ ക്യാപിറ്റൽസ്, വലിയ ബിഗ് ലാൻഡ് ഓണേഴ്സിനെ എന്തായിട്ട് അറിയപ്പെടുക? ഫ്യൂഡൽ ആയിട്ടും ക്യാപിറ്റലിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടാറുള്ളത്. ഫാമിലി മെമ്പേഴ്സ് ഡു നോട്ട് പെർഫോം മാനുവൽ ലേബർ ഇൻ മേജർ ഫാം ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല. മാത്രമല്ല, മേൽനോട്ടം വഹിക്കുന്നതോ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതോ മാത്രം, അതായത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാതെ, കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതെ അതിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകളെയാണ് ലാൻഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ലാൻഡ് ലോഡിന്റെ ഫാമിലി ഒരിക്കലും കൃഷിയിൽ ഏർപ്പെടുന്നില്ല, അതിന് മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുക. കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ കാർഷിക മേഖലയിൽ മേൽനോട്ടം വഹിക്കുന്നവരെയാണ് എന്ത് പറയുക? ലാൻഡ് ലോഡ് അഥവാ എന്താണ്? ഭൂവുടമ എന്ന് പറയുന്നത്. അവരുടെ ഫാമിലി എപ്പോഴും കൃഷിയിൽ ഏർപ്പെടില്ല, പകരം കൃഷിക്ക് മേൽനോട്ടം വഹിക്കുക, ചുമതല നൽകുക, ഡയറക്ഷൻ കൊടുക്കുക. അത്തരം ഡയറക്ഷൻ കൊടുക്കുന്ന ആളുകളെയാണ് ഇവിടെ ലാൻഡ് ലോഡ് എന്ന് പറയുക. അടുത്തതാണ് റിച്ച് പെസന്റ്. റിച്ച് പെസന്റ് പറഞ്ഞാൽ സമ്പന്ന കർഷകൻ. സമ്പന്ന കർഷകന്റെ പ്രത്യേകത എന്താ? ദേ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനുവൽ വർക്ക്. അദ്ദേഹം റിച്ച് പെസന്റും എന്തിലും ഏർപ്പെടുന്നില്ല? കാർഷിക ജോലികളിൽ ഏർപ്പെടുന്നില്ല. ഹവർ ദിയർ റിസോഴ്സ് പൊസിഷൻ ഈസ് സച്ച് ദാറ്റ് അപ്രോപ്രിയേഷൻ ഓഫ് അതേഴ്സ് ലേബർ ഈസ് അറ്റ് ലീസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആസ് യൂസ് ഓഫ് ഫാമിലി ലേബർ. മാത്രല്ല അവരുടെ കുടുംബവും ഏതിന് ഏർപ്പെടുന്നില്ല? കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. അങ്ങനെ സ്വന്തമായിട്ടും ഏർപ്പെടുന്നില്ല, കുടുംബാംഗങ്ങളും ഏർപ്പെടുന്നില്ല. അവരുടെ നേതൃത്വത്തിൽ മാത്രം കാർഷിക മേഖലയിൽ അവരുടെ, അതായത് റിച്ച് പെസന്റിന്റെ, അതായത് ധനിക പെസന്റിന്റെ നേതൃത്വത്തിൽ മറ്റു തൊഴിലാളികളെ ഉപയോഗിച്ച് കൃഷി നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സമ്പന്ന കർഷകൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് പുവർ പെസന്റ്, പാവപ്പെട്ട കർഷകൻ. പാവപ്പെട്ട കർഷകന്റെ സ്വഭാവം എന്തായിരിക്കും? The poor peasant family must hire out its members for wage or live in land no matter how much is the wage or rent. കൂലിയും വാടക നൽകിയാലും കൂലിക്കും വാടകയ്ക്ക് പാട്ടത്തിനും ഒക്കെ വേണ്ടി ജീവിതം മുഴുവനും അധ്വാനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരെയാണ് എന്ത് പറയുക? പുവർ പെസന്റ് എന്ന് പറയുന്നത്. അപ്പോ സദാസമയം ഭൂമിയിൽ പണിയെടുക്കുന്നവരാണ് ആര്? ഫുൾ ടൈം ലേബർ. അങ്ങനെ അപ്പൊ ഇത്രയും രീതി ഇതിൽ പോയിന്റ് മനസ്സിലാക്കിയാലും മതി കേട്ടോ. അതായത് നമ്മളുടെ ഉത്സവ് പട്നായിക്
അഗ്രേറിയൻ ക്ലാസ്സിനെ തരംതിരിച്ചത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സുകളും ഇതിൽ വരുന്ന പോയിന്റ്സുകളും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സും റിച്ച് പെസന്റും ഇൻഡിപെൻഡന്റ് മിഡിൽ പെസന്റും പുവർ പെസന്റും എന്താ എന്നും കൂടി പറയാനുണ്ട്. അത് നമുക്ക് എന്താന്ന് അടുത്തതിൽ പരിശോധിക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഹാരിഫ് ക്ലാസിഫിക്കേഷൻ ദ അഗ്രേറിയൻ ക്ലാസസ് ആസ് ഫോളോസ്. അതായത് ഹാരിഫ് എന്ന ഒരു സോഷ്യോളജിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ്സിനെ 4 രീതിയിലാണ് തരംതിരിച്ചത്. ഇത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, പോയിന്റ് മാത്രം എഴുതിയിട്ടത് കേട്ടോ. അപ്പോൾ ഹാരിഫ് അഗ്രേറിയൻ ക്ലാസസിനെ 4 രീതിയിൽ തരംതിരിച്ചു. ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സും റിച്ച് പെസൻറ്റും ഇൻഡിപെൻഡൻറ്റ് മിഡിൽ പെസൻറ്റും പുവർ പെസൻറ്റും. ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളിത്ത കർഷകർ. മുതലാളിത്ത കർഷകരെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കൂ. ദേ ഹാവ് അസറ്റ് വിത്ത് വിച്ച് ദേ ക്യാൻ റിയലൈസ് 4 times മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദ ബേസിക് ലിവ്ലിഹുഡ്. അതായത് അടിസ്ഥാന ഉപജീവനത്തിന് ആവശ്യമായതിനേക്കാൾ 4 ഇരട്ടി കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന ആസ്തികൾ ഉള്ളവരാണ് ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ്. അടിസ്ഥാനപരമായ ഉപജീവനത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ 4 ഇരട്ടി സമ്പാദിക്കാൻ കഴിയുന്നവരെയാണ് ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ് എന്ന് പറയുന്നത്. ദേ ക്യാൻ എംപ്ലോയ് എ പെർമനന്റ് ലേബർ ഫോഴ്സ് and they do not contribute personally beyond a very little family labor. മാത്രമല്ല അവർക്ക് സ്ഥിരമായിട്ട് തൊഴിലാളികളും നിയമിക്കാൻ കഴിയും. അപ്പോൾ സ്ഥിരമായി തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് അടിസ്ഥാന ഉപജീവനത്തിന് ആവശ്യമായതിനേക്കാൾ 4 ഇരട്ടി സമ്പാദിക്കുന്നവരെയാണ് ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ് എന്ന് പറയുക. മാത്രമല്ല അവർക്ക് തൊഴിലാളികളെ നിയമിക്കാനും കഴിയും. വളരെ ചെറിയ കുടുംബത്തിൻ്റെ തൊഴിൽ ആവശ്യങ്ങൾക്കപ്പുറം അവർ വ്യക്തിപരമായി സംഭാവന ചെയ്യുന്നില്ല. അപ്പോൾ വ്യക്തിപരമായിട്ട് പേഴ്സണാലിറ്റി ആയിട്ട് സ്വന്തം നിലയ്ക്ക് അവർ ആർക്കും ഒന്നും കൊടുക്കുകയൊന്നുമില്ല, സംഭാവന ചെയ്യുകയൊന്നുമില്ല. പക്ഷേ അവരുടെ ഉപജീവനത്തിൻ്റെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ അവർ സമ്പാദിക്കുകയും അവർക്ക് സ്വന്തമായി അവർ തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്യുന്നവരെയാണ് ഏത് പേരിൽ അറിയപ്പെടുക? ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ് എന്നറിയപ്പെടുക. ഇനി റിച്ച് പെസൻറ്റ്. റിച്ച് പെസൻറ്റ് പറഞ്ഞാൽ ആരാ? സമ്പന്ന കർഷകർ. സമ്പന്ന കർഷകരുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ടു ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ് എക്സെപ്റ്റ് ദാറ്റ് ദേ ആർ സബ്സ്റ്റാൻഷ്യലി ഡിപ്പെൻഡ് അപ്പോൺ ഫാമിലി ലേബർ. കുടുംബ തൊഴിലാളികളെ ഗണ്യമായി ആശ്രയിക്കുകയും എന്നതൊഴിച്ചാൽ അവർക്ക് മുതലാളിത്ത കർഷകരുടേതിന് സമാനമായ സ്വഭാവ സവിശേഷതകളുണ്ട്. അതായത് എന്താ ചെയ്യുന്നത്? റിച്ച് പെസൻറ്റും ആരെ പോലെ തന്നെയാണ് എന്നാ പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സിനെ പോലെ തന്നെയാണ് തൊഴിലാളികളെ ആശ്രയിക്കുകയും അതേ മുതലാളിത്ത കർഷകരുടെ അതേ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരെയാണ് റിച്ച് പെസൻറ്റ് എന്ന് പറയുക. തൊഴിലാളികളെ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ മുതലാളിത്ത കർഷകരെ പോലെ പെരുമാറുകയും ചെയ്യുന്നവരെയാണ് സമ്പന്ന കർഷകർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഇൻഡിപെൻഡൻറ്റ് മിഡിൽ പെസൻറ്റ്. സ്വതന്ത്ര ഇടത്തരം കർഷകർ. ഇൻഡിപെൻഡൻറ്റ് മിഡിൽ പെസൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് മിഡിൽ പെസൻറ്റ് പറഞ്ഞാൽ എന്താ? സ്വതന്ത്ര ഇടത്തരം കർഷകർ. ഗാർഹിക ആവശ്യങ്ങളുടെ 1-2 മടങ്ങ് വരുമാനം നൽകുന്ന ആസ്തികൾ അവർക്കുണ്ടായിരിക്കും. അവർ പ്രധാനമായും കുടുംബ തൊഴിലാളികളെയാണ് നിയമിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൂലിപ്പണി നൽകാനും സാധ്യതയുണ്ട്. ദേ ഹാവ് അസറ്റ് yielding 1-2 times household requirement. They employ principally family labor and may someday manage ഇൻ വേജ് ലേബർ ഫോർ അതേഴ്സ്. അതായത് ഗാർഹിക ആവശ്യങ്ങളുടെ 1-2 മടങ്ങ് വരുമാനം നൽകുന്ന ആസ്തികൾ ഉള്ളവരായിരിക്കും.
ഗാർഹിക ആവശ്യങ്ങൾ കഴിഞ്ഞാലും വീണ്ടും ജീവിക്കാനുള്ള വക ഉള്ളവരായിരിക്കും. അവർ പ്രധാനമായും കുടുംബ തൊഴിലാളികളെയാണ് നിയമിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൂലിപ്പണി നൽകാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്ഥിരമായിട്ട് തൊഴിലാളികളെ വെക്കും, ചിലപ്പോൾ കൂലിപ്പണിക്ക് ആളുകളെ നിലനിർത്തുകയും ചെയ്യുന്നവരായിരിക്കും സ്വതന്ത്ര ഇടത്തരം കർഷകർ. എന്നെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഗാർഹിക ആവശ്യങ്ങളുടെ 1-2 മടങ്ങ് വരുമാനമുള്ളവരായിരിക്കും ആരെ? ഇൻഡിപെൻഡന്റ് മിഡിൽ പെർസെന്റ്. അടുത്തതാണ് പുവർ പെർസെന്റ്, ദരിദ്ര കർഷകർ. ദരിദ്ര കർഷകരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് ഹാവ് അസറ്റ് ടു കവർ ദെയർ ലീവ്ലിഹുഡ് റിക്വയർമെന്റ്. അവരുടെ ഉപജീവന ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് സ്വത്തുക്കൾ ഉണ്ടാവുകയില്ല. മാത്രമല്ല അവർ പ്രധാനമായും കൂലിപ്പണി മാത്രമാണ് ആശ്രയിക്കുന്നത്. നാമമാത്ര കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഇവരിൽ പെടുന്നത്. ഇപ്പോൾ വെറും കൂലിപ്പണിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പുവർ കർഷകർ, ദരിദ്ര കർഷകർ. അവർ വെറും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും പുവർ പെസൻസ് എന്ന് പറയുന്നത്. ഇതാണ് അഗ്രേറിയൻ്റെ വർഗീകരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ്, റിച്ച് പെസന്റ്, ഇൻഡിപെൻഡന്റ് മിഡിൽ പെസന്റ്, പുവർ പെസന്റ്. ഹാരിസ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റാണ് നിങ്ങൾ വെക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വലിയൊരു FA ക്വസ്റ്റ്യൻ ആണ് എടുക്കാനുള്ളത്. നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ മുതലാളിത്തേതര കാർഷിക ഘടന, മുതലാളിത്തമല്ലാത്ത കാർഷിക ഘടനയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമുക്ക് സെമി ഫ്യൂഡൽ എടുക്കാണ്ട്, പ്രിപ്പറ്റൽ ഇൻഡിപെൻഡൻസ് എടുക്കാണ്ട്, ലാൻഡ് ഓണേഴ്സ് ഓഫ് ദ ലെൻഡർ ഓഫ് കൺസപ്ഷൻ ലോൺസ് എടുക്കാണ്ട്, ഇൻആക്സബിലിറ്റി ഓഫ് ദ മാർക്കറ്റ് എടുക്കാണ്ട്. ഇത്രയും പോയിന്റ്സുകളാണ് നമുക്കിനി എടുക്കാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. 8th യൂണിറ്റിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ മുതലാളിത്തേതര കാർഷിക ഘടനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുതലാളിത്തേതര കാർഷിക ഘടന. ഇപ്പം മുതലാളി, അതായത് ക്യാപിറ്റലിസ്റ്റ് വരുന്നതിന് മുമ്പ്, മുതലാളിത്തം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അഗ്രേറിയൻ ഘടനയെക്കുറിച്ചാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പ്രീ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്രഷൻ വി ആർ യൂസിങ് ദ എക്സ്പ്രഷൻ നോൺ ക്യാപിറ്റലിസ്റ്റ് ടു ഹൈലൈറ്റ് the fact that those who argue for semi-feudal or semi-feudal, semi-colonial modes of production do not deny the thesis that capitalism has made headway in Indian agriculture and its class formation, which is self-evident in the use of word semi. അതായത് മുതലാളിത്തത്തിന് മുമ്പുള്ള പദപ്രയോഗത്തിന് പകരം മുതലാളിത്തത്തിന് മുമ്പ് അർദ്ധ ഫ്യൂഡൽ അഥവാ അതേപോലെ തന്നെ അർദ്ധ കൊളോണിയൽ, സെമി ഫ്യൂഡൽ അഥവാ സെമി കൊളോണിയൽ, മുതലാളിത്തത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഈ ക്യാപിറ്റലിസം അറിയപ്പെട്ടിരുന്നത്? മുതലാളിത്തത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അർദ്ധ ഫ്യൂഡൽ അഥവാ അർദ്ധ കൊളോണിയൽ ഉൽപാദന രീതികൾക്കായിട്ടാണ് ഇവർ നിലനിന്നിരുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയിലും അതിൻ്റെ വർഗ രൂപീകരണത്തിലും മുതലാളിത്തം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന കാര്യത്തെ ഇവിടെ നിഷേധിക്കുന്നില്ല. എന്നാലും ഒരു വസ്തുത എടുത്തു കാണിക്കണം. മുതലാളിത്തത്തിന് മുമ്പുള്ള എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് മുതലാളിത്തത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിട്ടാണ്? മുതലാളിത്തത്തിന് മുമ്പുള്ള കാലഘട്ടമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് വേർഡ് ഉപയോഗിക്കുന്നത്? സെമി ഫ്യൂഡൽ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മുതലാളിത്തത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ
സെമി ഫ്യൂഡൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സെമി ഫ്യൂഡൽ, സെമി കൊളോണിയൽ എന്നീ പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ രൂപീകരണത്തിൽ മുതലാളിത്തത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ ഏത് വേർഡിലൂടെയാണ് പറഞ്ഞത് എന്നാ പറയുന്നത്? സെമി, അർദ്ധ ഫ്യൂഡൽ. അപ്പോൾ ഇന്ത്യയിലെ മുതലാളിത്തത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ അറിയപ്പെട്ടിരുന്നത് സെമി ഫ്യൂഡൽ എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചറിനെ 5 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. സെമി ഫ്യൂഡല്, ഷെയർ ക്രോപ്പിംഗ്, പ്രിപ്പറ്റൽ ഇൻഡിപെൻഡൻസ്, ലാൻഡ് ഓണർ ഓഫ് ദ ലെൻഡർ ഓഫ് കൺസെപ്ഷൻ ലോണ്, ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ്. ഇങ്ങനെ 5 രീതിയിലാണ് നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യയെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ പറഞ്ഞാൽ എന്താണ്? അതായത് മുതലാളിത്തേതര കാർഷിക ഘടന ഇന്ത്യയുടെ. അപ്പോൾ മുതലാളിത്തേതര കാർഷിക ഘടനയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എന്താണ്, ഏത് പദമാണ് ഉപയോഗിച്ചത്? സെമി എന്ന പദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ മുതലാളിത്തേതര സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി സെമി ഫ്യൂഡൽ അഥവാ സെമി കൊളോണിയൽ തുടങ്ങിയ പദങ്ങളായിരുന്നു ഉപയോഗപ്പെടുത്തിയത് എന്നാണ് ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മുതലാളിത്തേതര കാർഷിക മേഖല ഇന്ത്യയെ ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചത്? 5 രീതിയിൽ തരംതിരിച്ചു. സെമി ഫ്യൂഡൽ എന്നും, ഷെയർ ക്രോപ്പിംഗ് എന്നും, പ്രിപ്പറ്റൽ ഇൻഡിപെൻഡൻസ് എന്നും, ലാൻഡ് ഓണർ ഓഫ് ദ ലെൻഡർ ഓഫ് കൺസെപ്ഷൻ ലോൺ എന്നും, ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ് എന്നും. ഇങ്ങനെ 5 രീതിയിലാണ് നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചറിനെ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് സെമി ഫ്യൂഡൽ എന്താ എന്ന് നോക്കാം. അവിടെ പോയിന്റുകളാണ് എഴുതിയിട്ടിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ടീച്ചർ പറയുകയാവും ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ പോയിന്റുകൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. കാരണം ഈ പോയിന്റുകൾ എഴുതിയിട്ടിട്ട് നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. പോയിന്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ 5 പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്. സെമി ഫ്യൂഡലും, ഷെയർ ക്രോപ്പിങ്ങും, പ്രിപ്പറ്റൽ ഇൻഡിപെൻഡൻസും, ലാൻഡ് ഓണർ ഓഫ് ദ ലെൻഡർ ഓഫ് കൺസെപ്ഷൻ ലോണും, ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റും. അതിൽ സെമി ഫ്യൂഡൽ എന്താ എന്ന് നമുക്ക് നോക്കാം. സെമി ഫ്യൂഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധ ഫ്യൂഡൽ, മുഴുവനായിട്ടും ഫ്യൂഡൽ സിസ്റ്റം അല്ല, ഒരു പകുതി ഫ്യൂഡൽ സിസ്റ്റം വരുന്നതിനെയാണ് സെമി ഫ്യൂഡൽ എന്ന് പറയുക. The first eminent scholar to speak of semi-feudal is Amit Baduri on the basis of a survey which he had conducted in the year 1970 in 26 villages of West Bengal. അർദ്ധ ഫ്യൂഡലിസത്തെ കുറിച്ച് സംസാരിച്ച ആദ്യത്തെ പ്രമുഖ പണ്ഡിതനായിരുന്നു ആര്? അമിത് ബാദുരി. അമിത് ബാദുരിയാണ് സെമി ഫ്യൂഡലിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത്. ഇപ്പൊ സെമി ഫ്യൂഡലിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത് അമിത് ബാദുരിയാണ്. എന്ന് 1970 പശ്ചിമ ബംഗാളിലെ 26 ഗ്രാമങ്ങളിൽ അദ്ദേഹം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാമങ്ങളിൽ നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങളുടെ പ്രബലമായ സ്വഭാവത്തെ അർദ്ധ ഫ്യൂഡൽ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ സെമി ഫ്യൂഡലിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത് അമിത് ബാദുരി ആയിരുന്നു. 1970കളിൽ പശ്ചിമ ബംഗാളിലെ 26 ഗ്രാമങ്ങളിൽ അദ്ദേഹം നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമങ്ങളിൽ നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങളുടെ പ്രബലമായ സ്വഭാവത്തെയാണ് അദ്ദേഹം ഏത് പേരിൽ വിശേഷിപ്പിച്ചത്? സെമി ഫ്യൂഡൽ എന്ന് വിശേഷിപ്പിച്ചത്. The first eminent scholar to speak of semi-feudal is Amit Baduri on the basis of a survey which he had conducted in the year 1917. 26 villages of West Bengal, he concluded that the dominant character of existing production relation in this village can be best described as semi-feudal. 1970 പശ്ചിമ ബംഗാളിലെ 26 ഗ്രാമങ്ങളിൽ അദ്ദേഹം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമങ്ങളിൽ നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങളുടെ പ്രബലമായ സ്വഭാവത്തെയാണ് അദ്ദേഹം ഏത് പേരിൽ വിളിച്ചത്? സെമി ഫ്യൂഡൽ എന്ന് വിളിച്ചത്. He says that the term semi-feudalism means that the exciting
relation of production have more in common with classic feudal of the master serf type. അതേപോലെ തന്നെ പിന്നീട് എന്താണ് പറയുന്നത്? സെമി ഫ്യൂഡലിസം എന്ന പദത്തിൻ്റെ അർത്ഥം നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങൾക്ക്. സെമി ഫ്യൂഡലിസം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങൾക്ക്, അതായത് ബന്ധങ്ങൾക്ക് മാസ്റ്റർ സെർഫ് തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ ഫ്യൂഡലുമായി ഭൂവുടമയെയും അതേപോലെ തന്നെ യൂറോപ്യന്മാരെയും ബന്ധം കണക്കാക്കിക്കൊണ്ടാണ് ഈ സെമി ഫ്യൂഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങൾക്ക് നിലവിലുള്ള ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ആരേനൊക്കെ ചേർത്തുകൊണ്ടാണ് സെമി ഫ്യൂഡൽ എന്ന് പറയുന്നത്? നിലവിലുള്ള ഭൂവുടമകളെയും യൂറോപ്യന്മാരെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഏത് പേരിൽ വിശേഷിപ്പിക്കുന്നത്? സെമി ഫ്യൂഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. European relation landlord, the serf relation than with industrial capitalism. He lifted the prominent future the semi-feudal relation. Semi-feudal relation എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധം? നിലവിലുള്ള നിലവിലുണ്ടായിരുന്ന ലാൻഡ് ലോഡും അതേപോലെ തന്നെ യൂറോപ്യന്മാരും ചേർന്നുള്ള ബന്ധത്തെയാണ് സെമി ഫ്യൂഡൽ എന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഷെയർ ക്രോപ്പിംഗ്, perpetual indebtedness of the small tenants, concentration of two modes of exploitation, namely usury and land ownership in the hands of the same economic class, and lack of accessibility to the market for the small tenant. അതേപോലെ തന്നെ ഷെയറിംഗ് ക്രോപ്പിംഗ്, ഓഹരികളുടെ വിളവെടുപ്പ്, ചെറുകിട കുടിയാന്മാരുടെ കടം, ചൂഷണത്തിൻ്റെ 2 രീതികളുടെ കേന്ദ്രീകരണം, പലിശയുടെയും ഭൂമിയുടെയും ഉടമസ്ഥാവകാശം, ഓരോ സാമ്പത്തിക വർഗത്തിൻ്റെ കൈകളിൽ ചെറിയ കുടിയാന്മാർക്ക് വിപണിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെയായി. അങ്ങനെ ഈ പാവപ്പെട്ട കുടിയാന്മാർക്ക് വിപണിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും അതേപോലെ തന്നെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ വളർന്നു വരികയും, അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാർ സെമി ഫ്യൂഡൽ പ്രഭുക്കന്മാർ, സെമി ഫ്യൂഡൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? യൂറോപ്യന്മാരും ലാൻഡ് ലോഡുകളും ബന്ധം പുലർത്തിയിട്ടാണ് എന്തായി മാറിയത്? സെമി ഫ്യൂഡൽസ് ആയത്. അപ്പോൾ അവരും ആധിപത്യം പുലർത്താൻ തുടങ്ങിയതിനെയാണ് എന്ത് പറയുന്നത്? സെമി ഫ്യൂഡലിസം എന്ന് പറയുന്നത്. കുടിയാന്മാർക്ക് എന്തിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ചൂഷണത്തിൻ്റെ 2 രീതികളാണ് അവർ ഫേസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അവർക്ക് അതായത് ഉയർന്ന സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ ഈ കുടിയാന്മാരെ വളരെ അമിതമായ രീതിയിൽ അവരെ ചൂഷണം ചെയ്തിരുന്നു. മാത്രമല്ല ചെറുകിട കുടിയാന്മാർക്ക് വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. ഇങ്ങനെ ഇത്തരത്തിലൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഏത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്? സെമി ഫ്യൂഡലിസത്തിൽ നിലനിന്നിരുന്നത്. അതാണ് സെമി ഫ്യൂഡൽ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത പോയിന്റാണ് ഷെയർ ക്രോപ്പിംഗ്. ഷെയർ ക്രോപ്പിംഗ്, ക്രോപ്പിംഗ് പറഞ്ഞാൽ വിള, ഷെയർ ക്രോപ്പിംഗ് പറഞ്ഞാൽ വിളയുടെ ഓഹരി എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഷെയർ ക്രോപ്പിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇൻ ദ മെത്തേഡ് ഓഫ് ഷെയർ ക്രോപ്പിംഗ്, the land owner leaves out his land for at least one full production cycle, and the net harvest is then shared between the tenant and the land owner on some legally stipulated basis. ഷെയർ ക്രോപ്പിംഗ് രീതിയിൽ ഭൂ ഉടമ തൻ്റെ ഭൂമി പാട്ടത്തിന് നൽകുകയും ഒരു പൂർണ്ണ ഉൽപാദനത്തിന് വേണ്ടി സംഭാവന നൽകുകയും തുടർന്ന് വിളവെടുപ്പും വാടകക്കാരനും ഭൂ ഉടമയും നിയമപരമായി നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ പങ്കിടുകയും ചെയ്യുന്നു. അതായത് ഷെയർ ക്രോപ്പിംഗ്, ഷെയർ പറഞ്ഞ ഓഹരി. അപ്പോൾ ഷെയർ ക്രോപ്പിംഗ് സമ്പ്രദായത്തിൽ ഭൂ ഉടമ തൻ്റെ ഭൂമി പാട്ടത്തിന് നൽകുകയും, തൻ്റെ ഭൂമി എന്തിനു പാട്ടത്തിന് കൊടുക്കുക കാരണം എന്താ? റെന്റിന് കൊടുക്കുക, പാട്ടത്തിന് നൽകുകയും അങ്ങനെ പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ ഉൽപാദനം
പലതരത്തിലുള്ള കൃഷി ഉൽപാദനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിളവെടുപ്പും പിന്നെ ആ പാട്ടത്തുകയും എന്തൊക്കെ ഭൂവുടമ സ്വീകരിക്കും? അതെ, ഫ്യൂഡൽ പ്രഭു എന്തൊക്കെ അതൊന്ന് സ്വീകരിക്കുക? തൻ്റെ ഭൂമി പാട്ടത്തിന് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ പാട്ടത്തിൻ്റെ പണവും അതേപോലെ തന്നെ പിന്നെ അതിൽ നിന്ന് ഉൽപ്പാദിച്ച വിളവെടുത്ത സാധനങ്ങളും കൈപ്പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഷെയർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഷെയർ ക്രോപ്പിംഗ് രീതിയിൽ ഭൂ ഉടമ തൻ്റെ ഭൂമി പാട്ടത്തിന് നൽകുന്നു, റെന്റിന് നൽകുന്നു. അതിനുശേഷം ഉൽപാദനം അവിടെ ഉൽപാദനം നടന്നതിന് ശേഷം പാട്ടത്തുകയും അതേപോലെ തന്നെ പിന്നെന്തും ഉൽപ്പാദിപ്പിച്ച അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളും അദ്ദേഹം കൈക്കലാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭൂ ഉടമ നിയമപരമായി നിശ്ചയിച്ച രീതിയിൽ അവയെല്ലാം പങ്കിടുന്നതിനെയാണ് ഏത് സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഷെയർ ക്രോപ്പിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഷെയർ ക്രോപ്പിംഗ് സമ്പ്രദായത്തിൽ സാധാരണയായി എപ്പോഴും ഏറ്റവും കൂടുതൽ അമിതമായി പാട്ടത്തുക കൈപ്പറ്റുന്നത് ആരായിരിക്കും? ഈ ഭൂ ഉടമയായിരിക്കും കേട്ടോ. അതേപോലെ ഏറ്റവും ഒരുപാട് കാരണം ഒരുപാട് ഭൂമി പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പാട്ടത്തുക ഏറ്റവും കൂടുതൽ കൈപ്പറ്റുന്നതും ലാൻഡ് ലോഡായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ പിന്നീട് ബാദുരി സേസ് ദാറ്റ് ദ സിസ്റ്റം ഓഫ് ടെനൻസി ഈസ് യൂഷ്വലി not so simple but involve a set of complicated issues varying from case cash such as. ബാദുരിയുടെ അഭിപ്രായത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ സാധാരണമായി അത്ര ലളിതമല്ല എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ അമിത് ബാദുരി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അത്ര ലളിതമല്ല, പല തരത്തിലുള്ള ഇഷ്യൂസും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അമിത് ബാദുരി പറയുന്നത്. എന്തൊക്കെ ഇഷ്യൂസാണ് നിലനിൽക്കുന്നത്? ഫസ്റ്റ് വൺ, whether the tenant also has some land of his own or work entirely on other people's land. അതായത് വാടകക്കാരന് സ്വന്തമായി കുറച്ച് ഭൂമിയോ അതോ മറ്റുള്ളവരുടെ ഭൂമിയിൽ പൂർണ്ണമായും ജോലി ചെയ്യുന്നുണ്ടോ? രണ്ടാമത്, വാടകക്കാരൻ ഏതെങ്കിലും പ്രവർത്തന മൂലധനമോ സ്ഥിര മൂലധനമോ നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ മുഴുവൻ തുകയും ഭൂ ഉടമയ്ക്ക് നൽകുന്നുണ്ടോ? അങ്ങനത്തെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെ നിലനിൽക്കാറുണ്ട് എന്നാണ് പറയുന്നത്? ഈ ഒരു ഷെയർ ക്രോപ്പിങ്ങിൽ നിലനിൽക്കാറുണ്ട്. അപ്പം ഷെയർ ക്രോപ്പിംഗ് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ലാൻഡ് ലോഡ് അദ്ദേഹത്തിൻ്റെ ഭൂമി ആർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്? പാട്ടത്തിന് കൊടുക്കുകയാണ്. കുടിയാന്മാർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി നൽകുന്നു. അങ്ങനെ കുടിയാന്മാർ അതിൽ കൃഷി ചെയ്തിട്ട് പാട്ടത്തുകയും ഒപ്പം കാർഷിക വസ്തുക്കളും ആർക്കന്നെ തിരിച്ചു കൊടുക്കും? ലാൻഡ് ലോഡിന് തിരിച്ചു കൊടുക്കും. ഈ ഒരു സിറ്റുവേഷനെയാണ് ഷെയർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അതിൽ അതേപോലെ തന്നെ അമിത് ബാദുരിയുടെ അഭിപ്രായത്തിൽ ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കാറുണ്ട് എന്നാണ് പറയണത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പാട്ടം കൊടുക്കുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഭൂമിയോ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭൂമിയിൽ പൂർണ്ണമായും ജോലി ചെയ്യുന്നുണ്ടോ എന്നൊരു ഇഷ്യൂവും, അതേപോലെ തന്നെ വാടകക്കാരൻ ഏതെങ്കിലും പ്രവർത്തന മൂലധനമോ സ്ഥിര മൂലധനമോ നൽകുന്നുണ്ടോ, അങ്ങനെ ചില ഇഷ്യൂസുകളും അവിടെ നിലനിൽക്കാറുണ്ട് എന്നാണ് അഭിപ്രായപ്പെട്ടത്? അമിത് ബാദുരി അഭിപ്രായപ്പെടുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഷെയർ ക്രോപ്പിങ്ങിൽ. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് മൂന്നാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. അതായത് തേർഡ് പോയിന്റാണ് പറയുന്നത്. അതായത് സ്ഥിരമായിട്ടുള്ള പ്രിപ്പൻഡൽ ഇൻഡിബേറ്റ്നെസ് കാരണം സ്ഥിരമായിട്ടുണ്ടാകുന്ന കടം. എന്താണ് പ്രിപ്പൻഡൽ ഇൻഡിബേറ്റ്നെസ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ബാദുരി, കിസാൻ ഈസ് ആൾമോസ്റ്റ് ആൾവേസ് ഹെവിലി ഇൻഡിബേറ്റഡ്. അതായത് സ്ഥിരമായ കടം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബാദുരിയുടെ അഭിപ്രായത്തിൽ കിസാൻ എന്ന് പറഞ്ഞാൽ ആരാ? കർഷകൻ. KISHAN.
അവിടെ എച്ച് സൈലൻ്റ് ആക്കിയിട്ട് പ്രൊണൗൺസ് ചെയ്യണം കേട്ടോ. കിസാനെ പറയുള്ളൂ. എഴുതുമ്പോൾ നമ്മൾ എച്ച് ഇടുമെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കിസാൻ എന്നാ പറയുക. കിസാൻ എന്ന് പറഞ്ഞാൽ ആരാ? കർഷകൻ. അപ്പം അമിത് ബാദുരിയുടെ അഭിപ്രായത്തിൽ കർഷകൻ എപ്പോഴും വലിയ കടബാധ്യതയുള്ള ആളാണ്. അപ്പൊ പ്രിപ്പൻഡൽ ഇൻഡിപെൻഡൻസ്, മൂന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. പ്രിപ്പൻഡൽ ഇൻഡിപെൻഡൻസ്. പ്രിപ്പൻഡൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായ കടം. സ്ഥിരമായിട്ടുള്ള കടം ആർക്ക് ഉണ്ടാകാറുണ്ട് എന്നാ പറയണേ? കിസാൻ ഉണ്ടാകാറുണ്ട്, കർഷകരുണ്ടാകാറുണ്ട് എന്ന് ആരഭിപ്രായപ്പെടുകയാണ്? അമിത് ബാദുരി അഭിപ്രായപ്പെടുന്നു. അക്കോർഡിംഗ് ടു അമിത് ബാദുരി, കിസാൻ ഈസ് എ ആൾമോസ്റ്റ് ആൾവേസ് ഹെവിലി ഇൻഡിബേറ്റഡ്. അതായത് അമിത് ബാദുരിയുടെ അഭിപ്രായത്തിൽ കിസാൻ എപ്പോഴും വലിയ കടബാധ്യതയുള്ള ആളാണ്. മാത്രമല്ല, വിളവെടുപ്പിന് തൊട്ടു പിന്നാലെ കിസാന്റെ നിയമപരമായ വിഹിതത്തിന്റെ ഒരു പ്രധാന ഭാഗം മുൻകാല കടത്തിന്റെ തിരിച്ചടിയായി പലിശ സഹിതം എടുക്കുന്നു. അങ്ങനെ വിളവെടുപ്പിന്റെ യഥാർത്ഥ ലാഭമായ ബാലൻസ് വിളവെടുപ്പിന്റെ നിയമപരമായ വിഹിതത്തേക്കാൾ വളരെ താഴ്ന്നതായി കുറയ്ക്കുന്നു. ഇത് സാധാരണയായി വിളവെടുപ്പിൽ നിന്ന് അടുത്ത വിളവെടുപ്പിലേക്ക് അതിജീവിക്കാൻ ആവശ്യമായ ഇതാർക്ക് കിട്ടുന്നില്ല, കിസാന് നൽകുന്നില്ല. ഇവിടെ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കർഷകൻ എന്നും കടക്കാരനാണ് എന്നാ പറയണത്. കിസാൻ എന്നും കടക്കാരനാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ കിസാൻ കൃഷി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കടം വാങ്ങിയിട്ടായിരിക്കും പാട്ടഭൂമിയിൽ കൃഷിക്ക് ഇറക്കുക. അങ്ങനെ പാട്ടഭൂമിയിൽ കടം വാങ്ങി കൃഷി ഇറക്കി കഴിഞ്ഞാൽ ആ കൃഷിയിൽ നിന്നും എന്തെങ്കിലും ഒരു മിച്ചം ഉണ്ടാകുമ്പോഴേക്കും അയാൾക്ക് ആദ്യം എന്ത് വീട്ടേണ്ടി വരും? കടം വീട്ടേണ്ടി വരും. കാരണം കടം വാങ്ങിയിട്ടാണ് അയാൾ കൃഷി ഇറക്കിയിട്ടുള്ളത്. പുറമെ അതിൻ്റെ ഒപ്പം തന്നെ പാട്ടവും കൊടുക്കണം, പാട്ടത്തുകയും കൊടുക്കണം. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ ആര് ഫേസ് ചെയ്യേണ്ടി വരികയാണ്? കിസാൻ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് കർഷകൻ എന്നും എന്താണ് എന്ന് പറയാനുള്ള കാരണം, ഒരു കിസാൻ എപ്പോഴും ഇൻഡിബേറ്റഡ് ആണ്, എന്നും കടക്കാരനാണ്. ഒരു കർഷകൻ എന്നും കടക്കാരനാണ് എന്ന് പറയാനുള്ള കാരണം അയാൾക്ക് റിക്കവറി ചെയ്യാൻ കഴിയുന്നില്ല. തൻ്റെ കടബാധ്യതയിൽ നിന്നും അയാൾക്കൊരു മോചനം കിട്ടുന്നില്ല. അയാൾ കടം വാങ്ങിയിട്ടാണ് കൃഷി ഇറക്കണത്. ആ കടം വാങ്ങി കൃഷി ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ മിച്ചം കിട്ടിയിട്ട് വീട്ടാനും കഴിയണില്ല. അപ്പോഴേക്കും അടുത്ത കടായി മാറുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് കിസാൻ എപ്പോഴും ഒരു ഇൻഡിബേറ്റഡ്, എപ്പോഴും ഒരു കടക്കാരനാണ് കിസാൻ എന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം? അമിത് ബാദുരി അഭിപ്രായപ്പെടാനുള്ള കാരണം. ഇതാണ് ആ പോയിന്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. അടുത്ത പോയിന്റാണ് ലാൻഡ് ഓണർ ഓഫ് ദ ലെൻഡർ ഓഫ് കൺസെപ്ഷൻ ലോൺ. ലാൻഡ് ഓണർ ഓഫ് ദ ലെൻഡർ ഓഫ് കൺസെപ്ഷൻ ലോൺ. അതായത് ഇവിടെ എന്താണ് ലാൻഡ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഭൂവുടമ ഉപഭോഗത്തിന് വേണ്ടി വായ്പകൾ നൽകുന്നു. ലാൻഡ് ഓണർ ഓഫ് ദ ലെൻഡർ ഓഫ് കൺസെപ്ഷൻ ലോൺ. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപഭോഗം. കൺസെപ്ഷൻ ലോൺ പറഞ്ഞാൽ എന്താണ്? ഉപഭോഗ വായ്പകൾ. ഉപഭോഗ വായ്പകൾ ആരാ നൽകുന്നത്? ലാൻഡ് ഓണർ. ലാൻഡ് ഓണർ പറഞ്ഞാൽ ഭൂവുടമ ഉപഭോഗത്തിന് വേണ്ടി ലോണുകൾ, വായ്പകൾ നൽകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇൻ അഡീഷൻ ടു ദ പ്രിപ്പൻഡൽ ഇൻഡിപെൻഡൻസ് ഓഫ് ദ കിസാൻ, there is another important factor which gives a definite character to semi-feudalism. This character is that the lender of the consumption loan is also Kisan landowner. അതായത് ഇവിടെ ഭൂവുടമ ഉപഭോഗത്തിന് വേണ്ടി ലോൺ നൽകപ്പെടുമ്പോൾ കിസാൻ എപ്പോഴും സ്ഥിരമായ കടബാധ്യതക്കാരനാകുകയാണ് ചെയ്യുന്നത്. ഭൂവുടമ, ലാൻഡ് ഓണർ അദ്ദേഹത്തിൻ്റെ ഭൂമി കിസാന് വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ അത് മാത്രമല്ല, കൃഷി ചെയ്യാനും പണം തൽക്കാലം തിരിമറിയായിട്ടും കൊടുക്കും. ഇതൊക്കെ കൃഷി ചെയ്ത് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇതൊക്കെ ആര് തിരിച്ചടക്കേണ്ടി വരിക? നമ്മുടെ കിസാൻ. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും? ലാൻഡ് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് അവിടെ ഒരു അർദ്ധ ഫ്യൂഡലിസത്തിന് ഒരു നിശ്ചിത സ്വഭാവം നൽകുന്ന ഒരു പ്രത്യേകതയാണിത്. അവിടെയാണ് അർദ്ധ ഫ്യൂഡലിസം രൂപം കൊള്ളുന്നത്.
ഒരു ഫ്യൂഡൽ സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കടബാധ്യതയ്ക്ക് പുറമെ അർദ്ധ ഫ്യൂഡലിസത്തിൻ്റെ സ്വഭാവമാണ് അവിടെ കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഉപഭോഗ വായ്പ നൽകുന്നയാൾ ഈ കിസാൻ ഭൂവുടമയാണ് ഈ എന്ത് കൊടുക്കുന്നത്, ഈ കൺസെപ്ഷൻ ലോൺ കൊടുക്കുന്നത്. അങ്ങനെ ഒരേ സമയം അദ്ദേഹം 2 വായ്പകൾ ഫേസ് ചെയ്യേണ്ടി വരികയും അങ്ങനെ അയാൾ ഈ 2 വായ്പകൾ കാരണം അയാൾ നിരന്തരം കഷ്ടപ്പെടുന്നതിനും മാത്രമല്ല അദ്ദേഹം കടം തീർക്കാൻ കഴിയാതെ വരുമ്പോൾ പലതരത്തിലുള്ള അവസ്ഥയിലേക്കും അദ്ദേഹം പോവുകയും ചെയ്യുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ കർഷക ആത്മഹത്യ എന്നൊക്കെ? കർഷക ആത്മഹത്യ സൂയിസൈഡ് ചെയ്യാനൊക്കെ ഉള്ള കാരണം എന്താണ്? 2 വായ്പകളാണ് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒന്ന് കൃഷി ഇറക്കി പാട്ടത്തുകയും കൊടുക്കണം, അതേപോലെ തന്നെ പിന്നെ എന്തും കൊടുക്കണം, കൃഷി ഇറക്കാൻ വേണ്ടി അദ്ദേഹം മേടിച്ചിട്ടുള്ള കടബാധ്യതയും തീർക്കണം. അങ്ങനെ 2 കടബാധ്യതകൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഒരു കർഷകൻ ഏത് സിറ്റുവേഷനിലേക്ക് പോകുക, സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ പോകുക. അപ്പം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് സെമി ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. മാത്രമല്ല അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാൻഡ് ഓണർ ഓഫ് ദ ലെൻഡർ ഓഫ് കൺസെപ്ഷൻ ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റാണ് ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ്. ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ് എന്താണ് ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വിപണിയിലേക്കുള്ള അപ്രാപ്യത, അതായത് വിപണിയിലേക്ക് കടക്കാൻ കഴിയാതിരിക്കുക, മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുക, അതാണ് ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ്. ഈ വിപണിയിലേക്ക് കടക്കാൻ കഴിയാതിരിക്കുക എന്നൊരു സിറ്റുവേഷൻ ആർക്കാണ് ഉണ്ടാകുന്നത്? കിസാൻ, കർഷകനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റാണ് പറയുന്നത്, ഇത് സെവറിറ്റി ഓഫ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ കിസാൻ in the hands of landowners in semi-feudal economic relationship increase when the rate of interest on loan is too high. അതായത് ഫ്യൂഡൽ സാമ്പത്തിക ബന്ധത്തിൽ ഭൂ ഉടമകളുടെ കൈകളിലുള്ള വെറും ഒരു ചൂഷണ കഥാപാത്രങ്ങളായിരുന്നു ആരെ? കിസാൻ. അപ്പോൾ ഫ്യൂഡൽ എക്കണോമിക് റിലേഷൻഷിപ്പ്, അതായത് ഒരു സെമി ഫ്യൂഡൽ സാമ്പത്തിക ബന്ധത്തിൽ അവരുടെ കൈകളിലെ ഒരു ലാൻഡ് ലോഡിനെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ഉപകരണമായിട്ടാണ് ഇവിടെ ആരെ കാണിക്കുന്നത്, ചിത്രീകരിക്കുന്നത്? കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ. അങ്ങനെ കർഷകർ അവരുടെ ചൂഷണം വർദ്ധിക്കുകയും വായ്പകളുടെ പലിശ നിരക്ക് വളരെ കൂടുതലാവുകയും അങ്ങനെ ബംഗാളിലും ബീഹാറിലും പല ഗ്രാമങ്ങളിലും ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉയർന്ന പലിശ നിരക്കിൻ്റെ കാരണങ്ങൾ 2 പ്രധാന ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് അവർക്ക് കിസാന് വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സെമി ഫ്യൂഡൽ പ്രഭുക്കന്മാരെ ആശ്രയിക്കേണ്ടി വന്നത്, കിസാൻ ആശ്രയിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരിക്കലും കർഷകന് വിപണിയിലേക്ക് കടന്നു വരാനോ വിപണിയിൽ നിന്നും കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും വായ്പ കിട്ടാനൊന്നുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവർ ആരെ മാത്രം ആശ്രയിച്ചത്? ഫ്യൂഡൽ പ്രഭുക്കന്മാരെ മാത്രം ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ മാത്രം ആശ്രയിക്കേണ്ടി വന്നപ്പോൾ പലതരത്തിലുള്ള ചൂഷണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു? ഈ ഒരു കർഷകരെ ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ബംഗാളിലും ബീഹാറിലൊക്കെ ഇത്തരത്തിലുള്ള കർഷകർ ഒരുപാട് ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാണ്, ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ലാതെ അവരേനെ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനും കാരണമായി എന്നാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ് അവർക്ക് അപ്രാപ്യമായിരുന്നില്ല.
അപ്രാപ്യമായിരുന്നില്ല. കാരണം വിപണിയിലേക്ക് പ്രവേശിക്കാൻ കിസാന് കഴിഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ വായ്പ ആര് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ? ഫ്യൂഡൽ, അത് അവരെ തന്ത്രമാണ്, ഫ്യൂഡൽ പ്രഭുവിൻ്റെ തന്ത്രമാണ് അത്. അപ്പോൾ ഫ്യൂഡൽ പ്രഭുക്കന്മാർ മാത്രമാണ് ഇവർക്ക് കൃഷി ചെയ്യാൻ വായ്പകൾ കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഇരട്ടി ആരിൽ നിന്ന് തന്നെ ഈടാക്കും, കിസാൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കും. അങ്ങനെ വിപണിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. അങ്ങനെ ബംഗാളിലും ബീഹാറിലൊക്കെ ഇത്തരത്തിലൊക്കെ കിസാൻ ഒരുപാട് ഈ ചൂഷണത്തിന് ഇരയാവുകയും വിപണിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം അവർ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇത്രയും ഭാഗങ്ങൾ, ഈ ഒരു ഭാഗം നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പോയിന്റ് വെച്ച് ക്ലാസ് മനസ്സിലാക്കി എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി നമ്മളതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ടെസ്റ്റിൽ വേണ്ട കാര്യം മാത്രം ടീച്ചർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ് എന്ന് ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വരെ മതി കേട്ടോ. എക്സ്ട്രാ ഓർഡിനറി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെ മതി ആ ഭാഗം. കാരണം ഒരുപാട് ഇൻട്രസ്റ്റ് ആരിൽ നിന്ന് ഈടാക്കി എന്നാണ് പറയുന്നത്? കർഷകരിൽ നിന്നും ഈടാക്കി. അതുവരെ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ബംഗാളിലും ബീഹാറിലും ഒക്കെ ഇത്തരത്തിലൊക്കെ ഉള്ള എന്താ പറയുക ഈ ഒരു ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു. കർഷകർക്ക് മാർക്കറ്റിലേക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അമിതമായ പലിശ അവരിൽ നിന്നും വാങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ പല രീതിയിലും ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയവരായിരുന്നു ആരെ? ഈ പറയപ്പെടുന്ന കിസാനുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ളത് അതായത് നമ്മുടെ തോർണർ എന്നൊരു സോഷ്യോളജിസ്റ്റ് അഗ്രേറിയൻ ക്ലാസസിനെ കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് തോർണർ 1993, 1999, 1993, 1999 കാലഘട്ടത്തിൽ തോർണർ എന്ന സോഷ്യോളജിസ്റ്റ് അഗ്രേറിയൻ ക്ലാസസിനെ 3 രീതിയിലാണ് തരംതിരിച്ചത്. ഏതൊക്കെയാണ്? ടോപ്പ് പെസൻറ്ററി, മിഡിൽ ആൻഡ് പൂവർ മിഡിൽ പെസൻറ്ററി, അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ടോപ്പ് പെസൻറ്ററി എന്നും മിഡിൽ ആൻഡ് പൂവർ മിഡിൽ പെസൻറ്ററി എന്നും അഗ്രികൾച്ചറൽ ലേബേഴ്സ് എന്നും അങ്ങനെ 3 രീതിയിലാണ് അഗ്രേറിയനെ വർഗീകരിച്ചത്, കർഷകനെ വർഗീകരിച്ചത്. ഇനി ടോപ്പ് പെസൻറ്ററി എന്ന് പറഞ്ഞാൽ ആരാ? ടോപ്പ് പെസൻറ്ററി എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ലാൻഡ് ലോഡ് ഹു ഡീം ഫിസിക്കൽ ലേബർ ഈവൺ ഓൺ ദെയർ ഓവൺ ലാൻഡ് ബിലോ ദെയർ ഡിജിനിറ്റി അപ്പർ കാസ്റ്റ്. അതായത് സ്വന്തം ഭൂമിയിൽ പോലും ശാരീരിക അധ്വാനം ചെയ്യുന്നത് തങ്ങളുടെ അന്തസ്സിന് താഴെ കുറവാണ് എന്ന് കരുതുന്ന ഭൂ ഉടമകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ടോപ്പ് പെസൻറ്ററി. ഇൻക്ലൂഡിങ് ലാൻഡ് ലോഡ് ഹു ഡീം ഫിസിക്കൽ ലേബർ ഈവൺ ഓൺ ദെയർ ഓൺ ലാൻഡ് ബിലോ ദിയർ ഡിജിനിറ്റി അപ്പർ കാസ്റ്റ്. ടോപ്പ് പെസൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭൂമിയിൽ പോലും ജോലി ചെയ്യുന്നത് തങ്ങളുടെ അന്തസ്സിന് മോശമാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടവരെയാണ് ടോപ്പ് പെസൻറ്ററി അഥവാ അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അവരുടെ ഭൂമിയിൽ പോലും അവർ പണിയെടുക്കില്ല. അവർ കുടിയാന്മാരെ വെച്ചുകൊണ്ടാണ് പണിയെടുപ്പിക്കുക. അതുകൊണ്ട് സ്വന്തം ഭൂമിയിൽ പോലും തൊഴിൽ ചെയ്യുന്നത് അപമാനകരമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം വർഗത്തെയാണ് ടോപ്പ് പെസൻറ്ററി എന്ന് പറയുക. അത് ഏത് വർഗത്തിൽപ്പെട്ടവരാണ്? അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് ആ ഒരു ചിന്തയിൽ ഇരുന്നിരുന്നത്. അടുത്തതാണ് മിഡിൽ ആൻഡ് പൂവർ മിഡിൽ പെസൻറ്ററി. who do manual work on their own farm but do not labor for others. The middle peasant hire in agricultural labors. The poor middle do not. These are essentially middle caste Hindu, backward caste other than scheduled tribe. അതായത് സ്വന്തം കൃഷിയിടങ്ങളിൽ കൈവേല ചെയ്യുന്ന എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാത്ത ഇടത്തരം, ദരിദ്ര ഇടത്തരം തുടങ്ങിയ കർഷകർ. ഇടത്തരം അതായത് സ്വന്തം ഭൂമിയിൽ പണിയെടുക്കുന്ന, മറ്റുള്ളവർക്ക് പോയി പണിയെടുക്കുന്നില്ല, സ്വന്തം ഭൂമിയിൽ അവനവൻ്റെ ഭൂമിയിൽ മാത്രം പണിയെടുക്കുന്ന ഇടത്തരം കർഷകരാണ് ഏത്? മിഡിൽ പെസൻറ്ററി എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാർഷിക തൊഴിലാളികളെ
അതേപോലെ ഇടത്തരം കർഷക തൊഴിലാളികളെയും ഇവരെന്ത് ചെയ്യും, നിയമിക്കും. മാത്രമല്ല ദരിദ്ര ഇടത്തരം അല്ലാത്തവർ അടിസ്ഥാനപരമായി മധ്യജാതി ഹിന്ദുക്കളാണ്. അതായത് പട്ടികവർഗങ്ങൾ ഒഴികെയുള്ള പിന്നോക്ക ജാതിക്കാർ. അപ്പോൾ മിഡിൽ ആൻഡ് പുവർ മിഡിൽ പെസഞ്ചറിയുടെ പ്രത്യേകത എന്താ? അവനവൻ്റെ സ്വന്തം ഭൂമിയിൽ തന്നെ പണിയെടുക്കുന്ന ആളുകളെയാണ് മിഡിൽ പെസഞ്ചറി പറയുക. അവർ എന്തിലേക്ക് പോവില്ല? മറ്റുള്ളവരുടെ ഭൂമിയിൽ പോയി പണിയെടുക്കില്ല, സ്വന്തം ഭൂമിയിൽ തന്നെ പണിയെടുക്കുന്ന ആളുകളായിരിക്കും. മാത്രമല്ല ദരിദ്ര ഇടത്തരം അല്ലാത്തവർ അടിസ്ഥാനപരമായി മധ്യജാതിയിൽപ്പെട്ട ഹിന്ദുക്കളെയാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. പട്ടികവർഗക്കാരും പിന്നോക്ക ജാതിക്കാരും ഒഴികെയുള്ള ആളുകളായിരിക്കും ഏതിലുണ്ടായിരിക്കുക? മിഡിൽ ആൻഡ് പുവർ മിഡിൽ പെസഞ്ചറി. ഇനി അഗ്രികൾച്ചറൽ ലേബേഴ്സ്. അഗ്രികൾച്ചറൽ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? A sizable number of those who have small operational holding. These are drawn mostly from scheduled caste, scheduled tribe and some middle caste Hindu. അതായത് ചെറുകിട പ്രവർത്തന ഭൂമിയിലുള്ള വലിയൊരു ഭാഗം കർഷക തൊഴിലാളികളും ഇവരിൽ ഭൂരിഭാഗവും പട്ടികജാതി പട്ടികവർഗക്കാർ ഇടത്തരം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇവരുടെ അവർ സ്വന്തം ഭൂമിയിലൊന്നുമല്ല മറ്റുള്ളവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെയാണ് ഈ ഒരു അഗ്രികൾച്ചറൽ ലേബേഴ്സ് എന്ന് പറയുക. ഇവരിൽ ഭൂരിഭാഗവും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിലുള്ളവരെയാണ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് എന്ന് പറയുക. മാത്രമല്ല ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് മറ്റുള്ളവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകളായിരിക്കും. സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകളായിരിക്കും അഗ്രികൾച്ചറൽ ലേബേഴ്സ്. അപ്പോൾ നമ്മളുടെ തോണർ 3 രീതിയിലാണ് നമ്മളുടെ അഗ്രേറിയൻ ക്ലാസ്സിനെ തരംതിരിച്ചത്. ടോപ്പ് പെസഞ്ചറി, മിഡിൽ ആൻഡ് പുവർ മിഡിൽ പെസഞ്ചറി, അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ടോപ്പ് പെസഞ്ചറി പറഞ്ഞാൽ സ്വന്തം ഭൂമിയിൽ പോലും ജോലി ചെയ്യാത്ത ആളുകളെയാണ് ടോപ്പ് പെസഞ്ചറി എന്ന് പറയുക. മിഡിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭൂമിയിൽ മാത്രം ജോലി ചെയ്യുക, മറ്റുള്ളവരുടെ ഭൂമിയിൽ പോയി ജോലി ചെയ്യാതെ സ്വന്തം ഭൂമിയിൽ മാത്രം ജോലി ചെയ്യുന്നവരെയാണ് മിഡിൽ പെസഞ്ചറി എന്ന് പറയുക. ഇനി അഗ്രികൾച്ചറൽ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വിഭാഗത്തിലെ SC ST വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. അവരെല്ലാവരുടെയും ഭൂമിയിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അഗ്രികൾച്ചറൽ ലേബേഴ്സ്. അപ്പം ഇങ്ങനെയാണ് ഈ നമ്മുടെ തോണർ അഗ്രേറിയൻ ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 8ാമത്തെ യൂണിറ്റിൽ പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് 9ാമത്തെ യൂണിറ്റ് ഇൻഡസ്ട്രി ആൻഡ് ലേബർ, വ്യവസായവും തൊഴിലാളിയും എന്ന ചാപ്റ്ററാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്തുക. ഓക്കെ.